ഇപ്പോൾ മെസ്സഞ്ചറിൽ നമ്മൾ പല ആൾക്കാരുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ മെസ്സഞ്ചറിൽ നമുക്ക് ആരോടെങ്കിലും ചാറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അതിനുശേഷം അവർ എന്തെങ്കിലും മെസ്സേജ് ഇവൻ അയക്കുകയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് ലഭിക്കില്ല. അപ്പം ആരോടെങ്കിലൊക്കെ തീരെ ചാറ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ എങ്ങനെ നമുക്ക് ഒരാളെ ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാൻ മെസ്സഞ്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മെസ്സഞ്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏത് കോൺടാക്റ്റിനെയാണോ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിൽ ഒരു ഐ ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് വരുന്നതായിരിക്കും. ഇതിൽ ബ്ലോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലോക്ക് ചെയ്തതിന് പുറമെ നമുക്കിത് റിപ്പോർട്ടും കൂടി അടിക്കണം എന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മോശമായിട്ടുള്ള മെസ്സേജസ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫേസ്ബുക്കിന് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഈ മെസ്സേജസ് ഒക്കെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റും കൊടുക്കാവുന്നതാണ്. എന്തായാലും ഞാൻ ബാക്ക് അടിക്കുകയാണ്. ഇപ്പം ഈ ഒരു ആള് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം അവർ നമുക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു മെസ്സേജ് ലഭിക്കില്ല, അവർക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ നമുക്ക് മെസ്സഞ്ചറിൽ ഒരാളെ ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.